നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഗകാലം തുടങ്ങാൻ ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്കൂ. ഇനി രാഹു ശനിയൊക്കെ അങ്ങ് അവിടെ ആണല്ലോ. കുറുപ്പും കുടുംബവും അനുഭവിച്ചോളും. വസന്തേ, പോയിട്ട് വാ മോളെ. എന്റെ മോൾ അവിടെ രാജകുമാരി ആയിരിക്കും. അത്ര നല്ല മനസ്സാ നിന്റേത്. ആ മനസ്സ് കാണാതിരിക്കാൻ ആർക്കും കഴിയില്ല. കിളവി പറയുന്ന കേട്ടാ തോന്നും കുറുപ്പ് അവള് സിംഹാസനം ഒരുക്കി മരുമകളെ കാത്തിരിക്കുവാണെന്ന്. പുലിമലയിലേക്കാ ഇവള് ചെന്ന് കേറാൻ പോകുന്നത്. അവസാനം പപ്പും കൂടെ മാത്രമേ കാണൂ. സന്തോഷത്തോടെ പോയിട്ട് വാ മോളെ. ചേച്ചി, എന്റെ മോള്. കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ഞാനല്ലേ ഇവിടെ. എനിക്ക് സന്തോഷായി ചേച്ചി. ഇങ്ങനൊരു കാഴ്ച കാണാൻ അച്ഛനേക്കാളോ അമ്മയെക്കാളോ ആഗ്രഹിച്ചത് ഞാനായിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോള് ആരെയാ നോക്കുന്നേ? വിനുവേട്ടൻ. അവനെ ഇപ്പൊ കാണാൻ നിക്കണ്ട മോളെ. നീ പോകുന്ന സങ്കടത്തില് അവൻ പിന്നാമ്പുറത്തിരുന്ന് കരയാ. ഇപ്പോ നമ്മള് ബന്ധുക്കളാ. പഴയതെല്ലാം മറന്നേക്ക്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. പ്രകാശ, ഈ കൂട്ടത്തില് മനോജിനെയും കൂടെ കയറ്റി വിട്ടാൽ അവൻ അച്ഛ വീട്ടിൽ കയറി പറ്റും. വലിയൊരു ബോംബ് വീഴുന്നിടത്ത് ഒരു ഓലപ്പടക്കം വീഴുന്നത് ആരും അറിയില്ലെന്നേ. മോളെ, രാഗകാലം തുടങ്ങാൻ ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്കൂ. ഇനി രാഹു ശനിയൊക്കെ അങ്ങ് അവിടെ ആണല്ലോ. കുറുപ്പും കുടുംബവും അനുഭവിച്ചോളും. വസന്തേ, അല്ല, ഈ സമയവും തീയതിയും ഒന്നും നോക്കി നടത്തിയ താലികെട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് രാഹുകാലത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞതാ. മതി മതി മക്കളെ, ഇനി ഇറങ്ങാൻ നോക്ക്. വന്ദന അമ്മ. ഇല്ല, മോളെ കളഞ്ഞിട്ട് അമ്മ എങ്ങോട്ടും പോകുന്നില്ല. മോളെ, എന്താ ഇത്? ഇല്ല അമ്മ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇവളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. മോളെ, എല്ലാം ശരിയാവും. ദിയമോളെ അനാഥാലയത്തിലാക്കിയിട്ടൊന്നും അല്ലല്ലോ നീ പോകുന്നത്. ഞങ്ങളുടെ കൂടെയല്ലേ. മോളെ, പോകാൻ നോക്കും മോളെ. ചെല്ല.
അമ്മ വരും. ഉടനെ തന്നെ. വന്ദന ദീമോളെ ഓർത്തിട്ടാണ് വിഷമിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിയാക്കാം. വന്ദനെ, നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. നിന്നെ സ്വന്തമാക്കാൻ മറ്റൊരു വഴി എന്റെ മുമ്പിലില്ലായിരുന്നു. അന്ന് അമ്പലത്തിൽ വെച്ച് വന്ദനയും ഗൗതവും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് ഒരു പൂജ നടത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് വന്ദന എന്തോ മണപ്പിച്ചോ കഴിച്ചോ മയക്കത്തിലായിരുന്നു. വന്ദന നടന്ന് കാവിലെത്തി. പിന്നെ വന്ദനയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. വന്ദന ഉണരുന്നത് വരെ ഞാൻ മറഞ്ഞു നിന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.